ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് അച്ചാമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അച്ചാമ്മയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീടും പരിസരവും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഇത് വല്യമ്മ ഇല്ലേ? പപ്പിന് വല്യമ്മ. ഇത് പത്നി വല്യമ്മ. വീഡിയോ യൂട്യൂബ് കള്ളിക്കാട്ടൊന്നും വന്ന് താമസിക്കുന്നത് 32 വയസ്സുണ്ട്. വിക്രം മരിച്ചു. നമ്മുടെ മോൻ പാൽക്കോരി അവൻ മരിച്ചു. മറ്റേ അച്ചാമ്മ എന്തേലും ഒന്ന് പറഞ്ഞു. ഇത് അച്ചാമ്മയുടെ വീടാണോ? ഇത് അച്ചാമ്മയുടെ വീടാണോ? വീടാണോ? വീടിനെ കുറിച്ച് എന്തേലും ഒന്ന് പറഞ്ഞേ. പറ, വീഡിയോ എടുക്കാനാ. വീടിനെ കുറിച്ച് എന്തേലും ഒന്ന് പറ. ഈ വീടിന് എത്ര വർഷം പഴക്കമുണ്ട്? ആ, കൊതു കൊതു കൊതു. അയ്യോ, ഇത്രയും ചോര കുടിച്ചു കൊതു. അയ്യോ കൊതു ഇത്രയും ചോര കുടിച്ച്. ഇത് എത്ര വർഷം പഴക്കമുണ്ട് അച്ചാമ്മ വീടിന്? വീടിന് എത്ര വർഷം പഴക്കമുണ്ട്? അമ്മ പോയോ? ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് അച്ചാമ്മയുടെ വീട്. ശ്രീനാരായണ ഗുരു ഗുരുങ്ങവറോ ഈ വീടിൻ്റെ ഐശ്വര്യം. ഇത് ഹാള്. ഇവിടെ ഒരു കട്ടിലുണ്ട്, TV ഉണ്ട്, എൻ്റെ ഷോക്കേസ്. ഇത് കൊച്ചച്ഛനും കുഞ്ഞമ്മയും കുഞ്ഞാറ്റയും. ഇത് വേറൊരു ഫോട്ടോ. ഇത് ആരാണോ എന്തോ. എടാ, ഈ കൊച്ചു ഫോട്ടോ ആരാ? അമ്മു ആണോ ഈ ഇരിക്കുന്ന ഫോട്ടോ? വേണ്ട TV, വിളക്ക് കത്തിക്കുന്ന കൃഷ്ണനും വിളക്കും, വേണ്ട ഒരു അരയന്നം. ഇത് അച്ചാമ്മയുടെ റൂം. ഇതാണ് അച്ചാമ്മയുടെ പെട്ടിയൊക്കെ. അച്ചാമ്മയുടെ പെട്ടിയൊക്കെ ഇതാണോ? അച്ചാമ്മയുടെ റൂമാണോ അത്? അച്ചാമ്മയുടെ മുറിയാണോ അത്? ഇവിടെ ആണോ? ആ പെട്ടിയൊക്കെ അച്ചാമ്മയുടെ ആണോ? പെട്ടിയൊക്കെ അച്ചാമ്മയുടെ ആണോ? ഓൾ ഇൻ ഓൾ. ഇവിടെ ലൈറ്റ് ഇല്ലയോ? വേണ്ട അച്ചാമ്മയുടെ കിച്ചൺ. ഇവിടെ ഇപ്പം ആരും താമസമൊന്നും ഇല്ല. കൊച്ചച്ഛൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. വേണ്ട ഇവിടെ ഒരു റൂം. ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. എൻ്റെ ലൈറ്റ് ആണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എല്ലാ അച്ചാമ്മയ്ക്കും അറിയും. ഇയാൾ ഇവിടാണോ വളർന്നേ? എന്തേലും ഓർമ്മകൾ വല്ലതും ഉണ്ടോ വീടിനെ കുറിച്ച്? ഇത് കൊരണ്ടിയാണോ? ഇത് ഈ TV വർക്ക് ചെയ്യുമോ? ഈ ഇരിക്കുന്ന ഫോട്ടോ ആരാന്നാ ഞാൻ ചോദിച്ചത്. ഇത് അമ്മൂൻ്റെ ഫോട്ടോ തോന്നി. ഈ ആന പണ്ടേ ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. ഞാൻ നിലത്തിട്ട് പൊട്ടിച്ച്. വേണ്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരു. ഈ മുറിയിൽ ലൈറ്റ് ഇല്ലയോ? നല്ല രീതിയിലൊക്കെ ഇട്ടേക്കുക അല്ലേ? എന്തോടാ കോഴിമുട്ടയോ പുഴുങ്ങിട്ടേക്കുന്നേ? മുട്ടയൊക്കെ പുഴുങ്ങിട്ടേക്കുന്നത്. ഈ പാത്രത്തിലായിരുന്നു അച്ചാമ്മ ചോറ് തിന്നുന്നേ? ഇതിലായിരുന്നു അച്ചാമ്മ ചോറ് തിന്നുന്നേ? പിന്നെ ഈ പാത്രം ഏതാ? ഇതോ? വലിയ പാത്രം. ഗ്യാസൊക്കെ ഉണ്ട്. കുറ്റിയൊക്കെ നിറയെ.
രണ്ട് കുട്ടിയായിരുന്നു ഞാൻ പോകുമ്പോഴേ. ആ നമ്മള് പോവാ ആണോ? നമ്മളിവിടൊക്കെ ഒന്ന് കാണാൻ വന്നില്ലയോ? അമ്മയുടെ ഒക്കെ ബെഡ്റൂം വരുന്നത് ഇത് അടുക്കളയല്ലായിരുന്നു. ഇതില്ല, അത് അമ്മയുടെ ഒക്കെ ബെഡ്റൂം. പണ്ടത്തെ ചേർന്നാലും കിട്ടും. തുറന്നുപോലെ ഇരുന്നു. എന്തോ നോക്കട്ടെ. ഏതാണ്ട് സാധനം തിന്നുന്ന വെച്ചതാ. പിന്നിന്നാ തുറക്കുന്നത്. അഴുക്കായത്. അതൊക്കെ എന്തോ തപ്പുന്നേ? ഇതൊക്കെ സമ്മാനം കിട്ടി എനിക്ക്. എവിടുന്ന് എവിടുന്ന് കിട്ടിയതാ? വെപ്പിനെ. ആ അടയുന്നില്ല എനിക്ക്. അതവിടെ ഇരിക്കട്ടെ. അച്ചാമ്മയുടെ സെറ്റും മുണ്ടും എടുത്തു. അച്ചാമ്മയുടെ സെറ്റും മുണ്ടും എടുത്തു. എടുത്തോ? ആ ഞാനില്ല, എനിക്കല്ല ആർക്കാണ്ട് കൊടുക്കാന്. അച്ഛൻ എടുക്കുന്നു. അറിയത്തില്ല, അത് കൊടുക്കൊന്നും വേണ്ട. ഇവിടെ ചുറ്റുമുണ്ടും ഒന്നും വേണ്ട മോനെ. എന്തോ ലൈറ്റ് ഇട്ടേടാ? ലൈറ്റ് ഇല്ല. ലൈറ്റ് ഇല്ലയോ? ഇവിടെ വാഷ്ബേസിൻ ഉണ്ടായിട്ടെ പൈപ്പ് ഇല്ലായിരുന്നു. വെള്ളം കൊന്തയ്ക്കകത്ത് ഇളകൊണ്ട് വരുന്നു. പൈപ്പ് ഇല്ല, ഇപ്പൊ വെച്ച്. പണ്ടില്ലായിരുന്നു. പിന്നെ കൊന്തയ്ക്കകത്ത് കഴിയും. ലൈറ്റോ? പണ്ടത്തെ ഇവിടെ കിട്ടും. ഞാനിത് പൊളിച്ചൊക്കെ എടുത്താൽ അടിപൊളി വീടാ ഇല്ലേ? അപ്പൂപ്പനല്ലേ അത്? അച്ഛമ്മയുടെ ഡ്രസ് കളക്ഷൻ നോക്കാം. ഒരു ചേമോട്ട് എല്ലാം റോസും ചുവപ്പും അല്ലയോ? ഒക്കട്ടെ. അങ്ങനെ നമ്മൾ അച്ചാമ്മയെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഇതാണ് കേട്ടോ ചന്ദ്രഗിരിയിലെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇത് സ്ഥലം വരുന്നത് വട്ടച്ചാലാണ്. അപ്പം കടലിൻ്റെ തീരപ്രദേശത്തായിട്ടാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടേക്ക് ഇരുന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മൾ അരികിൽ ബീച്ചിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. ഫോൺ ഓഫായി പോയി. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.